ഹലോ, വെൽക്കം ടു EDFIL ലേണിംഗ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ലൈറ്റ് ആണ്. ഓക്കെ, പ്രകാശം. അപ്പം എന്താണ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, ലൈറ്റ് ഈസ് ദ സ്മോൾ packets of energy with energy E is equal to h nu ആണ് അല്ലേ. ഓക്കെ, സോ ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്? സോ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, സോ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റിൽ ഫസ്റ്റ് വരുന്നതാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്, ദെൻ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, സോ ലൈറ്റിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. എന്താണ് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാനൊരു ബോൾ എടുത്തു, ഒരു ടെന്നീസ് ബോൾ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഭിത്തിയിലേക്ക് എറിയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ടെന്നീസ് ബോൾ പോയ പോലെ തന്നെ എന്ത് ചെയ്യും? തിരിച്ചു വരും അല്ലെ. അതായത് എറിയുന്നതിനനുസരിച്ച് ഭിത്തിയിൽ തട്ടുന്നു, തിരിച്ചു വരുന്നു, ഭിത്തിയിൽ തട്ടുന്നു, തിരിച്ചു വരുന്നു. ദാറ്റ് മീൻസ് അവിടെ എന്താ സംഭവിക്കുന്നത്? യെസ്, ബൗൺസിങ് ബാക്ക് ഓഫ് ദ ബോൾ ആണ് അല്ലെ. അതേപോലെ തന്നെ ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഒരു സ്മൂത്ത് സർഫസിലേക്ക് വരുന്ന പതിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ബൗൺസ് ബാക്ക് ചെയ്യുന്നു അല്ലെ. അതായത് ലൈറ്റ് എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റഡ് ബാക്ക് ആണ്. സോ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ആണ്. ദെൻ ഹിയർ ലൈറ്റ് വിച്ച് റിഫ്ലക്റ്റഡ് ടു ദ സെയിം മീഡിയ. അതായത് എർത്തിൽ നിന്നും ഗ്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് എർത്തിൽ നിന്ന്, അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ബൗൺസിങ് ബാക്ക് ആണ് ഉണ്ടാവുക. ദാറ്റ് കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ് വിച്ച് ഈസ് നോൺ ആസ് ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, സോ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ ഇൻസിഡന്റ് റേ ഉണ്ട് അല്ലെ. അതായത് എന്താണ്? ലൈറ്റ് വന്ന് പതിക്കുന്നു, ഒരു മിററിലേക്ക് ലൈറ്റ് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു സർഫസിലേക്ക് ലൈറ്റ് വന്ന് പതിക്കുന്നു. ദെൻ വന്ന് പതിക്കുന്ന ലൈറ്റിന് നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? യെസ്, ഒരു ഓമന പേരിട്ട് വിളിക്കാം. ദാറ്റ് മീൻസ് ഇൻസിഡന്റ് റേ ആണ് അല്ലെ. ഓക്കെ, ദെൻ ഇൻസിഡന്റ് റേ എന്ത് ചെയ്യുന്നു? ഭിത്തിയിൽ തട്ടുന്ന സമയത്ത്, സർഫസിൽ തട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ദെൻ ഇൻസിഡന്റ് റേക്കും റിഫ്ലക്റ്റഡ് റേക്കും ഇടയിൽ ഒരു നോർമൽ വരയ്ക്കാണ്, ഒരു ലംബം വരയ്ക്കാണ് അല്ലേ നമ്മള്. സോ ഇവിടെ നോർമൽ ഉണ്ട്, അതേപോലെ തന്നെ ഇൻസിഡന്റ് റേ ഉണ്ട്, റിഫ്ലക്റ്റഡ് റേ ഉണ്ട് അല്ലെ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? എന്താണ് പതനകോൺ? പതനരശ്മി, പ്രതിപതന രശ്മി, ലംബം. ഇതിനിടയിൽ എന്ത് കാണുന്നുണ്ട്? യെസ്, പതനകോൺ ഉണ്ട്, പ്രതിപതന കോൺ ഉണ്ട് അല്ലെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ട്. ഓക്കെ, സോ എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ ആണ് അല്ലെ. ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്താ പറയുക? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. അതേപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണ്? Yes, angle of reflection is the angle between the normal and reflected ray ആണ്. സോ നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിലുള്ളത്. അതായത് ലൈറ്റ് വന്നിട്ട് ഒരു സർഫസിലേക്ക് വരുന്നു, എന്ത് ചെയ്യുന്നു? സർഫസിൽ നിന്നും ഇതെന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യുന്നു, ബൗൺസിങ് ബാക്ക് നടക്കുന്നു. ദാറ്റ് കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി വിച്ച് ഈസ് നോൺ ആസ് ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അതിൽ ഇൻസിഡന്റ് റേ ഉണ്ട്, റിഫ്ലക്റ്റഡ് റേ ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്, അതേപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ റൈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ദെൻ R is the angle of reflection ആണ്. It is the angle between normal and reflected ray. Okay, then what is the law of reflection of light? അതായത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. ദെൻ ലോ ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ലോസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദാറ്റ് മീൻസ് ഇൻസിഡന്റ് റേയും അതേപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേയും നോർമലും സെയിം പ്ലെയിനിലാണ് ഓക്യുപ്പൈ ചെയ്യുക. എന്താണ്? ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, അതേപോലെ തന്നെ നോർമൽ, മൂന്നും സെയിം പ്ലെയിനിലാണ് ഓക്യുപ്പൈ ചെയ്യാം. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, മൂന്നും സെയിം പ്ലെയിനിലാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ലോ ഓഫ് ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ദെൻ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ എത്രയാണ്? 30 ഡിഗ്രി ആണ് അല്ലെ. അതേപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയാണ്? 30 degree ആണ്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയിരിക്കും. സോ സെക്കൻഡ് ലോ ഓഫ് ദ
റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയിരിക്കും. സോ 2 ലോസ് പഠിച്ചു വെക്കുക, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ലോസ് ചോദിക്കാറുണ്ട്. I ഈക്വൽ ടു R ഷോർട്ട് ഫോം ആയിട്ട് പറയാം. ഇറ്റ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദെൻ മൂന്നും ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ മൂന്നും എന്ത് ചെയ്യും? സെയിം പ്ലെയിനിൽ ഓക്യുപ്പൈ ചെയ്യുന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്ലാസ് എടുക്കുകയാണ്. ഓക്കെ, ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈറ്റ് ഗ്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ദാറ്റ് മീൻസ് ഒബ്ലിക്ലി ഇൻസിഡന്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ബെൻഡ് ചെയ്യുന്നു അല്ലേ? അതായത് ജസ്റ്റ് ഒന്ന് ചരിയാണ് ചെയ്യുന്നത് ലൈറ്റ്. ആ ചരിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് മീൻസ് ബെൻഡിങ് ഓഫ് ലൈറ്റ് is known as the refraction of light when it passes from one medium to another medium at the surface of separation. Okay, അതായത് എയർ എന്ന മീഡിയത്തിൽ നിന്ന് ഗ്ലാസ്സിൽ എന്ന മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് ലൈറ്റ് എന്ത് ചെയ്യുന്നു? നേരെ പതിക്കേണ്ട ആള് ജസ്റ്റ് ഒന്ന് ചരിയുന്നു. ദാറ്റ് മീൻസ് ബെൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ദ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എയർ റെയറർ മീഡിയ ആണ്. എയർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എയറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ലൈറ്റിനെ ഗ്ലാസ്സിലേക്ക്, ദാറ്റ് മീൻസ് ഒരു ഡെൻസർ മീഡിയത്തിലേക്ക് പതിപ്പിക്കുകയാണ്. ഓക്കെ, ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? യെസ്, ഇൻസിഡന്റ് റേ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. അതായത് നോർമൽ വരച്ചിട്ടുണ്ട്. ഈ നോർമലിന് അടുത്തേക്ക് വരുന്നു അല്ലേ? അതായത് ലൈറ്റ് എന്ത് ചെയ്യുന്നു? നോർമലിന്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കില്ലേ? സോ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ ആണ്. അതേപോലെ തന്നെ ഗ്ലാസ്സിൽ നിന്ന്, ദാറ്റ് മീൻസ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലായിട്ടുള്ള എയറിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? യെസ്, ഇവിടെ തീറ്റ ഈക്വൽ ടു I ആണ് അല്ലേ? അതായത് നോർമൽ വരച്ചിട്ടുണ്ട്. നോർമലിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അകന്നു പോവാണ് ചെയ്യുന്നത് അല്ലേ? ഇറ്റ് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. സോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൽ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട 2 പോയിന്റ്സ് ആണ്. റെയറർ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് ഡെൻസർ മീഡിയത്തിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? യെസ്, ലൈറ്റ് വിച്ച് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ ആണ് അല്ലേ? അതേപോലെ തന്നെ ഡെൻസർ മീഡിയത്തിൽ നിന്നും ലൈറ്റ് റെയറർ മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് ഇറ്റ് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. എന്ത് ചെയ്യുന്നു? എവേ ഫ്രം ദ നോർമൽ ആണ് അല്ലെ? അകന്നു പോവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ലൈറ്റ് റേ മൂവ് ഫ്രം റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം, ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ ആണ്. അതേപോലെ തന്നെ വെൻ ലൈറ്റ് മൂവ് ഫ്രം എയർ ടു ഗ്ലാസ്, എയർ ടു ഗ്ലാസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നോർമലിന്റെ അടുത്തേക്ക് വരുന്നു. അതേ സമയത്ത് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ലൈറ്റ് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ ആണ്. സോ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സ്, ദാറ്റ് മീൻസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് നടക്കണമെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ എന്താണ് 2 കണ്ടീഷൻസ്? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ലൈറ്റ് എങ്ങനെ പതിക്കണം? യെസ്, ലൈറ്റ് ഒബ്ലിക്ലി പ്ലേസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഒബ്ലിക്ലി ഇൻസിഡന്റ് ചെയ്യണം. അതേ സമയത്ത് ലംബമായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കില്ല. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ലൈറ്റ് ഷുഡ് ഇൻസിഡന്റ് ഇൻ എ ഒബ്ലിക്ലി, ദാറ്റ് മീൻസ് ഒബ്ലിക് ആയിട്ട് എന്ത് ചെയ്യണം? പതിക്കണം. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേ, അതേപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ഇത് 3 എന്തായിരിക്കണം? സെയിം പ്ലെയിനിൽ ഓക്യുപ്പൈ ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? നമ്മളുടെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് നടക്കണമെങ്കിലുള്ള കണ്ടീഷൻസ്. ഓക്കെ, then next laws of refraction of light. നമ്മൾ laws of reflection of light പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിലും നമ്മൾ കുറച്ച് ലോസ് ഒക്കെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ലോ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൽ വരുന്നതാണ് ഇൻസിഡന്റ് റേ, അതേപോലെ തന്നെ റിഫ്രാക്റ്റഡ് റേ, ദെൻ വേറെ ആരും കൂടി ഉണ്ട്? നോർമൽ ഉണ്ട് അല്ലെ? ഓക്കെ, നേരത്തെ റിഫ്ലക്റ്റഡ് റേ ആയിരുന്നു. ഇവിടെ എന്താണ്? യെസ്, റിഫ്രാക്റ്റഡ് റേ ആണ് അല്ലെ? അതായത് ഇൻസിഡന്റ് റേ, നോർമൽ, അതേപോലെ തന്നെ റിഫ്രാക്റ്റഡ് റേ. റിഫ്രാക്റ്റഡ് റേ എങ്ങനെയാണ്? ഇറ്റ് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ അല്ല, ഇറ്റ് ബെൻഡ്
ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ ആണ്. സോ ഒരു ഇൻസിഡന്റ് റേ വരച്ചിട്ടുണ്ട്, നോർമൽ ഉണ്ടായിരിക്കും. ദെൻ എന്താണ്, ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ ലൈറ്റ് എന്ത് ചെയ്യുന്നു, ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. സോ ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ, ഇത് മൂന്ന് എന്ത് ചെയ്യണം, ഒരു പ്ലെയിനിൽ ഓക്യുപ്പൈ ചെയ്യണം. ദെൻ സെക്കൻഡ് ലോ വിച്ച് ഈസ് നോൺ ആസ് ദ സ്നെൽസ് ലോ. സ്നെൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ അറിയുന്നത് സൈൻ ഐ ഈസ് ഈക്വൽ ടു സൈൻ ആർ ആണ്. ദാറ്റ് മീൻസ് ദ റേഷ്യോ ഓഫ് ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, സൈൻ ഐ എന്ന് എഴുതാം അല്ലെ. അതേപോലെ തന്നെ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ദ refraction, that means angle of refraction എങ്ങനെ എഴുതാം, sin I, that means sin R എന്ന് എഴുതാം അല്ലേ. So sin I is equal to sin R, which is known as the Snell's law. Okay, so Snell's law can be written as the ratio of the sine of angle of incidence to the sine of angle of refraction, which is a constant ആണ്. That means that constant is equal to n എന്ന് എഴുതാം. Then n1 ൽ നിന്നും n2 ലേക്കാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത് അല്ലേ. So we can return it as n21 എന്ന് എഴുതാം. So Snell's law ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്, സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് മീൻസ് സ്നെൽസ് ലോയുടെ ഇന്റർപ്രിട്ടേഷൻ, ദാറ്റ് മീൻസ് സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് n21 ആണ്. സോ എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ലൈറ്റ് വിച്ച് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ ആണ്. n1 is the refractive index of the first media and n2 is the refractive index of the second media. Okay, so sin I divided by sin r is equal to n21 ആണ്. ദാറ്റ് മീൻസ് n2 ഡിവൈഡഡ് ബൈ n1 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ദെൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, n1 sin I is equal to n2 into sin r എന്ന് എഴുതാം അല്ലേ. n1 sin I is equal to n1 sin I is equal to n2 into sin r എന്ന് എഴുതാം അല്ലേ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ, n21 എന്ന് എഴുതിയിട്ടുണ്ട്, n2 by n1 എന്ന് എഴുതി. അപ്പൊ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, യെസ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ ഫസ്റ്റ് മീഡിയ. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് മീഡിയ ഏതാണ്, യെസ്, എയർ ആണ് അല്ലേ. ദെൻ ഗ്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്, n21 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, n is equal to n1 by n2 എന്ന് എഴുതാം അല്ലെ. n is equal to n1 by n2. ദെൻ എയറിൽ നിന്ന്, ദാറ്റ് മീൻസ് എയറിലെ ലൈറ്റിന്റെ വെലോസിറ്റിനെ എങ്ങനെ എഴുതാം, അതായത് n is equal to n1 by n2, that means n1 that is v1 divided by v2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എയറിലെ ലൈറ്റിന്റെ സ്പീഡ് ആണ് അല്ലെ, ലൈറ്റിന്റെ സ്പീഡിന് എങ്ങനെ എഴുതാം, c എന്ന് എഴുതാം അല്ലെ. സിയുടെ വാല്യൂ എത്രയാണ്, c is equal to 3 into 10 raised to 8 meter per second ആണ്. So n is equal to c by v എന്ന് എഴുതാം. So it is the expression for the refractive index of the light in the refraction process. Okay, so n is equal to c by v ആണ്. Then റിഫ്രാക്ഷന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഈ റിഫ്രാക്ഷൻ നമ്മൾ എവിടെയൊക്കെ കാണുന്നത്, അതായത് ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ട്വിങ്ക്ലിംഗ് ഓഫ് ദ സ്റ്റാർസ് ആണ്. ഈ സ്റ്റാർസുകളൊക്കെ ട്വിങ്കിൾ ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രോസസ്സ് എന്താണ്, യെസ്, ലൈറ്റ് എന്ത് ചെയ്യുന്നു, റിഫ്രാക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് സൺറൈസ്, ദെൻ ഫോർമേഷൻ ഓഫ് ദ റെയിൻബോ. അപ്പൊ നിങ്ങൾ റെയിൻബോ കണ്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ, അങ്ങനെയാണ് റെയിൻബോ ഫോം ചെയ്യുന്നത്. യെസ്, അന്തരീക്ഷത്തിൽ ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലെ. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിലേക്ക് ലൈറ്റ് വന്ന് പതിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, യെസ്, എയറിൽ നിന്ന് ഡസ്റ്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ എയർ മോളിക്യൂൾസിലേക്ക് പോകുന്ന സമയത്ത് ലൈറ്റ് എന്ത് ചെയ്യുന്നു, ബെൻഡ് ചെയ്യുന്നു. ബെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, അവിടെ റെയിൻബോ ഫോർമേഷൻ ആണ് നടക്കുന്നത്. സോ ദീസ് ആർ ദ applications of the refraction process of light. Then next one, അധ്യാപക രംഗത്ത് ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേണിംഗ് ആപ്പാണ് EDFIL ലേണിംഗ് ആപ്പ്. അപ്പോൾ കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 ഇങ്ങനെ കാറ്റഗറീസ്, KTETന്റെ കാറ്റഗറീസ് ഒക്കെ തന്നെ നല്ല നല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് തന്നെ മൈൻഡ് മാപ്പിംഗ് നിങ്ങൾ
നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, പോപ്പപ്സ് ഉണ്ട്. അതായത് ക്ലാസ്സിന് കഴിഞ്ഞതിന് ശേഷം ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ പ്രാക്ടീസ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, സ്റ്റഡി ട്രാക്കർ ഉണ്ട്, അതേപോലെ തന്നെ പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ്, ഓരോ ചാപ്റ്ററിൻ്റെയും പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അക്കാഡമിക് മെന്ററിംഗ് സപ്പോർട്ട് ഉണ്ട്. ദെൻ ഹൈലി ക്വാളിഫൈഡ് ആൻഡ് വെൽ എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. ദാറ്റ് മീൻസ് കാറ്റഗറി 3 ആണ് നിങ്ങൾ ക്ലാസ് നോക്കുന്നതെങ്കിൽ കാറ്റഗറി 3 പാസ്സായിട്ടുള്ള അടിപൊളി, അതായത് എന്താണ്, നല്ല ഫാക്കൾട്ടീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ദെൻ ഇവിടെ നൽകുന്ന കോഴ്സസ് എന്ന് പറയുന്നത് KTET കാറ്റഗറി 1 to 4 ആണ് ഉണ്ടാവുക. അത് തന്നെ അറബിക്, ഹിന്ദി, സംസ്കൃത്, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ സയൻസ്, ദെൻ നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, വിവിധ വിഷയങ്ങളിലുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ആപ്പിൽ ജോയിൻ ചെയ്യുക. ദെൻ ആപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നല്ല നല്ല ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ദെൻ ജോയിൻ ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്, 9072880033. ദെൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 9072880054. ഈ 2 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ EDFIL ലേണിംഗ് ആപ്പിൽ നിന്നും നിങ്ങൾക്ക് നല്ല നല്ല ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ കാറ്റഗറീസ് ഓരോന്നും ട്രാക്ക് ചെയ്യാം. ഓക്കെ, ദെൻ തേർഡ് പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ് ആണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. എന്താണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫിനോമിനൻ ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് എ ലൈറ്റ്, ദാറ്റ് മീൻസ് കോമ്പോസിറ്റ് ലൈറ്റ് ഇൻ ടു കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആൻഡ് ദ റെഗുലർ അറേ ഓഫ് കളേഴ്സ് ഫോംഡ് ബൈ ഡിസ്പേർഷൻ ഈസ് ദ വിസിബിൾ സ്പെക്ട്രം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, യെസ്, ഒരു ഗ്ലാസ് പ്രിസം എടുത്തിട്ടുണ്ട് അല്ലെ. ഈ ഗ്ലാസ് പ്രിസത്തിലേക്ക് നമ്മൾ വൈറ്റ് ലൈറ്റ് ബീം ആണ് കടത്തി വിടുന്നത്. ദാറ്റ് മീൻസ് കോമ്പോസിറ്റ് ലൈറ്റ് ആണ് അല്ലെ. കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യെസ്, ഒന്നിൽ കൂടുതൽ ലൈറ്റുകൾ കമ്പൈൻ ചെയ്യും. ദാറ്റ് മീൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന ലൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൈറ്റ് ലൈറ്റ് ബീം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്ലാസ് പ്രിസത്തിലേക്ക് കോമ്പോസിറ്റ് ലൈറ്റിനെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്, യെസ്, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക്, ദാറ്റ് മീൻസ് എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് ആര് പോയിട്ടുള്ളത്, ലൈറ്റ് പോയിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ലൈറ്റ് കുറച്ച് ചെരിഞ്ഞു പോകുന്നു അല്ലെ. ദാറ്റ് മീൻസ് ബെൻഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഫസ്റ്റ് പ്രോസസ് എന്താ, റിഫ്രാക്ഷൻ ആണ് അല്ലെ. ഓക്കെ, സോ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ദാറ്റ് മീൻസ് ഈ ലൈറ്റ് ഈ നോർമൽ വരച്ചിട്ടുള്ള ഇതുപോലെയായിരുന്നു പോവേണ്ടത്, പക്ഷെ എങ്ങനെയാ പോയിട്ടുള്ളത്, യെസ്, ചരിഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് അല്ലെ. ദെൻ ചരിഞ്ഞിട്ട് ഒരു ലൈറ്റ് മാത്രമായിട്ടാണോ പോയിട്ടുള്ളത്, അല്ല. ദാറ്റ് മീൻസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെക്ട്രം ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ. വൈറ്റ് ലൈറ്റ് സ്പെക്ട്രം ഫോം ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് വിബ്ജിയോർ ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ ഫോം ചെയ്യുന്നു അല്ലെ. ദാറ്റ് മീൻസ് ലൈറ്റിന്റെ കോമ്പണൻസ് ആയിട്ടുള്ള വിബ്ജിയോർ ആണ് ഫോം ചെയ്യുന്നത്. സോ ദിസ് കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ് വിച്ച് ഈസ് നോൺ ആസ് ദ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. അപ്പൊ എന്താണ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആണ്. ഓക്കെ, ദെൻ കോമ്പോസിറ്റ് ലൈറ്റ് എന്താണ്, യെസ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ 1 കളർ വിച്ച് ഈസ് നോൺ ആസ് ദ കോമ്പോസിറ്റ് ലൈറ്റ് ആണ്. അപ്പൊ നമ്മളൊരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ, വൈറ്റ് ലൈറ്റ് ബീം കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലാസ് പ്രിസത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, യെസ്, വൈറ്റ് ലൈറ്റ് സ്പെക്ട്രായിട്ട് മാറുന്നു. ദാറ്റ് മീൻസ് വിബ്ജിയോർ ഫോം ചെയ്യുന്നു. ദെൻ ലൈറ്റ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ വെൻ ഇറ്റ് എൻ്റർ ടു ദ പ്രിസം ഒബ്ലിക്ലി. അതായത് പ്രിസം എന്ത് ചെയ്യണം, ഒബ്ലിക്കായിട്ട്, ദാറ്റ് മീൻസ് ലൈറ്റ് ഒബ്ലിക്കായിട്ട് പതിക്കുന്ന സമയത്ത് വൈറ്റ് ലൈറ്റ് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയിട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ റീസൺ എന്താണ്, ദാറ്റ് മീൻസ് വേവ് അണ്ടർഗോ ഡീവിയേഷൻ അറ്റ് ഡിഫറെന്റ് ആംഗിൾസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ വിബ്ജിയോർ വരയ്ക്കുന്ന സമയത്ത് ഏറ്റവും താഴെ വയലറ്റ് ആണുള്ളത് അല്ലേ, അതേപോലെ തന്നെ ഏറ്റവും മുകളിൽ റെഡ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ചിട്ടുള്ളത് ആർക്കാണ്, വയലറ്റ് ലൈറ്റിനാണ് അല്ലേ. അതേപോലെ തന്നെ ഏറ്റവും കുറവ് ഡീവിയേഷൻ സംഭവിച്ചിട്ടുള്ളത് റെഡ് ലൈറ്റിലാണ്. ദെൻ റെഡ് ലൈറ്റിന്റെ ഫ്രീക്വൻസിന്റെ അവസ്ഥ എന്താ, യെസ്, റെഡ് ലൈറ്റിന്റെ ഫ്രീക്വൻസി കുറവാണ്, അതേപോലെ തന്നെ വേവ് ലെങ്ത് കൂടുതലാണ് അല്ലെ. അതേപോലെ വയലറ്റിന്റെ ലൈറ്റിന് ഫ്രീക്വൻസി എന്താണ്, frequency which is increases and wavelength lambda എന്താണ്, കുറവാണ് അല്ലേ. ഓക്കെ, ദാറ്റ് മീൻസ് വേവ് ലെങ്ത്തും
അതേപോലെ തന്നെ ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് V is equal to ന്യൂ ലാംഡ ആണ് അല്ലെ. സോ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ ആര് കുറയും? യെസ്, വേവ് ലെങ്ത് കുറയുന്നു അല്ലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വയലറ്റ് ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 400 to 440 നാനോമീറ്റർ റേഞ്ചിലാണ്. അതേപോലെ തന്നെ വയലറ്റ് ലൈറ്റിന്റെ, ദാറ്റ് മീൻസ് റെഡ് ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 620 മുതൽ 700 നാനോമീറ്റർ വരെയാണ് റേഞ്ച് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ്. അപ്പോൾ നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് പറഞ്ഞു, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് പറഞ്ഞു, ദെൻ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് പറഞ്ഞു അല്ലേ. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും 2 പ്രിസം വെച്ചിട്ടുണ്ട് അല്ലേ. 2 പ്രിസം എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്? യെസ്, ഫസ്റ്റ് പ്രിസം വെച്ചിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് പ്രിസത്തിന് ഇൻവേർട്ടഡ് പൊസിഷനിലാണ് നമ്മൾ ആരെ വെച്ചിട്ടുള്ളത്? സെക്കൻഡ് പ്രിസത്തിനെ വെച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഒരു ഗ്ലാസ് പ്രിസത്തിലേക്ക് വൈറ്റ് ലൈറ്റിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? വൈറ്റ് ലൈറ്റ് അതിന്റെ കോൺസ്റ്റിറ്റ്വന്റ് കളേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ദാറ്റ് മീൻസ് സ്പെക്ട്രം ഫോം ചെയ്യുന്നു അല്ലേ. അതായത് ഇവിടെ നമുക്ക് വിബ്ജിയോർ കിട്ടും. ദെൻ ഏറ്റവും കൂടുതൽ വേരിയേഷൻ സംഭവിച്ചിട്ടുള്ളത് വയലറ്റ് കളറിനാണ്. ദെൻ കുറവ് വേരിയേഷൻ സംഭവിച്ചിട്ടുള്ളത് റെഡ് ലൈറ്റിലാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന എന്താണ്? യെസ്, ഒരു വൈറ്റ് ലൈറ്റിന്റെ സ്പെക്ട്രാണ് കിട്ടുന്നത്. ദെൻ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? ദാറ്റ് മീൻസ് സെയിം ഒരു പ്രിസത്തിന് എന്ത് ചെയ്തു? ഇൻവേർട്ടഡ് പൊസിഷനിൽ വെച്ചു. അങ്ങനെ ഇൻവേർട്ടഡ് പൊസിഷനിൽ വെക്കുന്ന സമയത്ത് ഈ വയലറ്റ് ലൈറ്റും അതേപോലെ തന്നെ റെഡ് ലൈറ്റും വിബ്ജിയോർസ് എന്ത് ചെയ്യുന്നു? ഇത് റീകമ്പൈൻ ചെയ്യുന്നു അല്ലേ. റീകമ്പൈൻ ചെയ്തിട്ട് തിരിച്ച് എന്തായിട്ട് മാറുന്നു? യെസ്, വൈറ്റ് ലൈറ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നു. സോ റീകോമ്പിനേഷൻ ഓഫ് ദ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു പ്രിസം വെക്കുന്നു, ആ പ്രിസത്തിലേക്ക് വൈറ്റ് ലൈറ്റിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വിബ്ജിയോർ ഫോം ചെയ്യുന്നു, സ്പെക്ട്രം ഫോം ചെയ്യുന്നു. ദെൻ ഇൻവേർട്ടഡ് പൊസിഷനിൽ സെയിം ഒരു പ്രിസം വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യെസ്, ലൈറ്റ് റീകമ്പൈൻ ചെയ്തിട്ട് വൈറ്റ് ലൈറ്റ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നു. സോ ദിസ് പ്രോസസ് ഓഫ് ലൈറ്റ് വിച്ച് ഈസ് നോൺ ആസ് ദ റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ്. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്വന്റ് കളേഴ്സ് ഫോം ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് ഒരു പ്രിസം വെച്ചിട്ടുണ്ട്, അതിന്റെ സെയിം ഒരു ഇൻവേർട്ടഡ് പൊസിഷനിൽ നമ്മൾ എന്തൊക്കെയാണ്? സെയിം വേറൊരു പ്രിസം വെക്കാണ്. അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? യെസ്, ഫസ്റ്റ് ലൈറ്റിന് ഡിസ്പേർഷൻ സംഭവിക്കുന്നു ത്രൂ ദ ഫസ്റ്റ് പ്രിസം ആൻഡ് എന്ത് ചെയ്യുന്നു? കോൺസ്റ്റിറ്റ്വന്റ് കളേഴ്സ് ഫോം ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെക്കൻഡ് പ്രിസത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ കോൺസ്റ്റിറ്റ്വന്റ് കളേഴ്സ് ഒക്കെ തന്നെ കമ്പൈൻ ചെയ്ത് റീകമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറി? വൈറ്റ് ലൈറ്റ് ആയിട്ട് മാറി. ദെൻ ഇതിന്റെ ഏറ്റവും എക്സാമ്പിൾ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ഡിസ്ക് ആണ്. അപ്പൊ നിങ്ങൾ ന്യൂട്ടൺസ് ഡിസ്ക് കണ്ടിട്ടുണ്ടോ? എന്താണ്? അതായത് നമ്മളൊരു കാർഡ്ബോർഡിന്റെ പെട്ടി എടുത്തിട്ട് അതിന്റെ മുകളിൽ, അതായത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസ്ക് എടുത്തു. ആ ഡിസ്കിന്റെ മുകളിൽ നമുക്ക് 7 കളേഴ്സ് പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് റോപ്പ് വെച്ചിട്ട് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്ന എന്താണ്? വൈറ്റ് ലൈറ്റ് ആണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ വൈറ്റ് ലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്? യെസ്, ഈ 7 കളേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? റീകമ്പൈൻ ചെയ്തിട്ട് വൈറ്റ് ലൈറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ആണുള്ളത്. സോ എന്താണ് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്? വൈറ്റ് ലൈറ്റ് ആണ് അല്ലേ. ഓക്കെ, സോ ന്യൂട്ടൺസ് ഡിസ്ക് വിച്ച് ഈസ് ദ മോസ്റ്റ് ആൻഡ് വെരി എക്സാമ്പിൾ ഫോർ ദ റീകോമ്പിനേഷൻ ഓഫ് ദ കളേഴ്സ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലൈറ്റ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റിൽ പറഞ്ഞിട്ടുള്ളത്? റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, അതേപോലെ തന്നെ ഡിസ്പേർഷൻ. ദെൻ ഒരു സബ് ടോപ്പിക് എന്ന രീതിയിലാണ് റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഉള്ളത്. ദെൻ ലോ ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, സ്നെൽസ് ലോ, ദാറ്റ് ഈസ് നോൺ ആസ് ദ ലോ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ദെൻ അതിന്റെ ആപ്ലിക്കേഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് ഏത് ലൈറ്റിനാണ് കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുക? ഏത് ലൈറ്റിനാണ്? വയലറ്റ് ലൈറ്റിലാണ് അല്ലെ. അതേപോലെ തന്നെ അതിന്റെ വേവ് ലെങ്ത് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ റെഡ് ലൈറ്റിനാണ് ഏറ്റവും കുറവ് ഡീവിയേഷൻ സംഭവിക്കുന്നത്. ദെൻ സ്നെൽസ് ലോയുടെ ഇന്റർപ്രിട്ടേഷൻ ചോദിക്കാം. ദെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്, ആ ഒരു ലോ കൂടെ ചോദിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. താങ്ക് യു.